രാഷ്ട്രീയത്തിൽ വൻ വിവാദത്തിന് തിരികൊളുത്തിക്കൊണ്ട് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ മർദ്ദനവാദങ്ങൾ പാളുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ KSU പ്രവർത്തകർ നടത്തിയ കരിങ്കൊടി പ്രതിഷേധത്തിനിടെ തനിക്ക് മാരകമായി മർദ്ദനമേറ്റു എന്നും ആയുധം ഉപയോഗിച്ച് ആക്രമിച്ചു എന്നുമുള്ള മന്ത്രിയുടെ പരാതി അപ്പാടെ തള്ളുന്നതാണ് കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ നിന്നുള്ള മെഡിക്കൽ റിപ്പോർട്ട്. മന്ത്രിയുടെ വാദങ്ങളും വസ്തുതകളും തമ്മിലുള്ള ഈ വലിയ വൈരുദ്ധ്യം പിണറായി സർക്കാരിനും CPM-നും വലിയ രാഷ്ട്രീയ തിരിച്ചടിയായിരിക്കുകയാണ്. കഴിഞ്ഞ മാസം 25-നാണ് കേരളത്തെ ഞെട്ടിച്ച സംഭവമെന്ന് പറഞ്ഞ് മന്ത്രി ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്നത്. പ്രതിഷേധക്കാർ തന്നെ കഴുത്തിന് ആക്രമിച്ചു എന്നും മാരകമായ പരിക്കേറ്റെന്നും മന്ത്രി ആരോപിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന മെഡിക്കൽ റിപ്പോർട്ട് പറയുന്നത് മറ്റൊന്നാണ്. മന്ത്രിയുടെ ശരീരത്തിൽ ആയുധം ഉപയോഗിച്ചുള്ള ഒരു മുറിവോ അല്ലെങ്കിൽ ഒരു ചതവോ പോലും ഡോക്ടർമാർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കഴുത്തിന്റെ ചില ഭാഗങ്ങളിൽ തൊടുമ്പോൾ വേദനയുണ്ട് എന്ന് മന്ത്രി അറിയിച്ചു എന്നതല്ലാതെ ശാരീരികമായി അക്രമത്തിന്റെ യാതൊരു അടയാളങ്ങളും റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ചുരുക്കത്തിൽ മന്ത്രി ഉയർത്തിയ വലിയ വാദങ്ങളെല്ലാം വൈദ്യശാസ്ത്രപരമായി പൊളിഞ്ഞിരിക്കുകയാണ്. സംഭവ സ്ഥലത്തുണ്ടായിരുന്ന പോലീസുകാർ നേരത്തെ നൽകിയ മൊഴിയും മന്ത്രിയുടെ വാദങ്ങൾക്ക് വിരുദ്ധമായിരുന്നു. ആയുധം ഉപയോഗിച്ചുള്ള ആക്രമണം അവിടെ നടന്നിട്ടില്ല എന്ന് പോലീസ് അന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ മെഡിക്കൽ റിപ്പോർട്ട് കൂടി പുറത്തു വന്നതോടെ പ്രതിഷേധക്കാരെ വധശ്രമം ഉൾപ്പെടുത്തിയുള്ള കടുത്ത വകുപ്പുകൾ ചുമത്തി കുടുക്കാൻ മന്ത്രി മനഃപൂർവ്വം പരിക്കുണ്ടാക്കി എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചതാണോ എന്ന സംശയം രാഷ്ട്രീയ നിരീക്ഷകർ ഉയർത്തുന്നുണ്ട്. ഇത് കേവലം ഒരു പരിക്കല്ല, മറിച്ച് മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു തിരക്കഥയുടെ ഭാഗമാണ് എന്ന ആരോപണം ശരിവെക്കുന്നതാണ് പുതിയ വിവരങ്ങൾ. പ്രതിപക്ഷം ഈ വിഷയത്തിൽ അതിശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിക്കഴിഞ്ഞു. മന്ത്രി വീണ ജോർജ് ഒരു പരാജയമാണെങ്കിലും നല്ലൊരു നടിയാണ് എന്ന് കോൺഗ്രസ് നേതാവ് K. മുരളീധരൻ പരിഹസിച്ചിട്ടുണ്ട്. മന്ത്രിയെ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ നിന്നും പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയതും ഈ തിരക്കഥയുടെ ഭാഗമാണ് എന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. പരിയാരം മെഡിക്കൽ കോളേജ് CPM-ന്റെ പാർട്ടി ഓഫീസായി മാറിയെന്നും അവിടെ വെച്ച് മന്ത്രിക്ക് അനുകൂലമായ റിപ്പോർട്ടുകൾ നിർമ്മിക്കാനാണ് നീക്കം നടന്നതെന്നുമാണ് ആക്ഷേപം. കിണറ്റിൽ ചാടിയവൻ മാഡത്തെ കുളത്തിൽ ചാടിച്ചു എന്ന് പരിഹസിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് നേതാക്കളും രംഗത്തെത്തിയിട്ടുണ്ട്. ആക്രമണം ആസൂത്രിതമാണെന്ന് ആരോപിച്ച് DYFI-യും CPM-ഉം തെരുവിൽ പ്രതിഷേധിക്കുമ്പോഴാണ് മന്ത്രിയുടെ പക്കൽ സത്യമില്ലെന്ന് തെളിയിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. സംഭവത്തിൽ ഇതുവരെ മന്ത്രി പോലീസിന് നേരിട്ട് മൊഴി നൽകിയിട്ടില്ല എന്നതും ദുരൂഹത വർദ്ധിപ്പിക്കുകയാണ്. പരിക്കുകളില്ലാത്ത സ്ഥിതിക്ക് വധശ്രമത്തിന് കേസെടുക്കാനാകില്ല എന്ന നിയമപരമായ നൂലാമാലകളും ഇപ്പോൾ സർക്കാരിന് മുന്നിലുണ്ട്. വിശ്വാസ്യത നഷ്ടപ്പെട്ട ഈ സാഹചര്യത്തിൽ സംഭവത്തിൽ ഒരു ഉന്നതതല അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമാവുകയുമാണ്. ആയുധം ഉപയോഗിച്ച് ആക്രമിച്ചു എന്ന മന്ത്രിയുടെ വാദം കള്ളമാണ് എന്ന് തെളിഞ്ഞാൽ അത് വരും ദിവസങ്ങളിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. കേരളം ഉറ്റുനോക്കുന്നത് സത്യം എപ്പോഴാണ് പൂർണ്ണമായും പുറത്തു വരിക എന്നതാണ്.